കേരളത്തിൽ പവർ കട്ട് വന്നു തുടങ്ങി. പിണറായി വിജയൻ പോയി പവർ കട്ട് വന്നു എന്നുള്ള നിലയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് UDFും ശക്തമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ UDF LDF എന്നുള്ളതിനേക്കാൾ ഉപരി സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പവർ കട്ട് ഉണ്ടാകുന്നത്? ചില വാദങ്ങൾ ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ കാണാം, മഴ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ പവർ കട്ട് വരാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം മഴ തന്നെയാണ്. കേരളത്തിലെ ഇപ്പോൾ ഇടുക്കിയിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിന്റെ 1/3 ഉള്ളൂ. ഇപ്പൊ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ മഴ പെയ്യേണ്ട ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറയുന്നെങ്കിലും ഇടുക്കി, ശബരിഗിരി അടക്കമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ 1/3 വെള്ളമേ ഇപ്പോൾ ഉള്ളൂ. കാരണം മഴ വൈകി. അവിടെ ആ പ്രദേശത്ത് മഴ കിട്ടുന്നില്ല, കുറവാണ്, മഴ വളരെ കുറവാണ്. ഇത്തവണ മൺസൂൺ വളരെ കുറവാണ്. അപ്പൊ മൺസൂൺ കുറവാണ് എന്ന പ്രഡിക്ഷനുള്ള കാലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, മാർച്ച് മാസം മുതൽ തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മുതൽ തന്നെ ജലവൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുകയും പുറത്തുനിന്ന് വൈദ്യുതി കൂടുതൽ വാങ്ങുകയും ചെയ്യും. കേരളം ഇപ്പൊ ഏതാണ്ട് 70-80% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ഫുള്ളാണ് ഡാമെങ്കിൽ പോലും ഒരു 70% വൈദ്യുതി പുറത്തുനിന്ന് കൊണ്ടുവരണം. ഈ ഡാം കൊണ്ട് മാത്രമൊന്നും നമുക്ക് 30% മാക്സിമം കിട്ടും. മാത്രമല്ല, നമ്മുടെ വൈദ്യുതിയുടെ ഉപഭോഗത്തിന്റെ ഒരു പ്രത്യേകത മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ട് 6 മുതൽ 10 വരെ വളരെ കൂടുതലാണ്. വൈകിട്ട് 6 മുതൽ 10 വരെ. പകൽ വളരെ കുറവാണ്, കാരണം നമുക്ക് വ്യവസായ വൈദ്യുതി ഉപയോഗമൊന്നുമില്ല. രാത്രിയും വളരെ കുറവാണ്. രാത്രി ചൂടുണ്ടെങ്കിലാണ് AC ഒക്കെ ഇടുന്ന. അങ്ങനെ അപ്പോഴും ഗാർഹികമാണ്. നമ്മുടെ ഉപഭോഗത്തിന്റെ വലിയൊരു പങ്ക് ഗാർഹികമാണ്. ഹൗസ് എല്ലാം. പിന്നുള്ളത് പകലെ ഓഫീസൊക്കെ ഉള്ളൂ, രാത്രി ഒന്നുമില്ല. അപ്പൊ അതൊന്നുമില്ല. മാത്രമല്ല, നമുക്ക് AI സെന്ററുകളിൽ ഇപ്പോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ വൈദ്യുതി ഉപയോഗം എപ്പോഴും നമുക്ക് വേണ്ടത് 6 മുതൽ 10 വരെ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയാണ്. സാധാരണ ചെയ്യാറുള്ളത് 6 മുതൽ 10 വരെ നമ്മൾ പരമാവധി ജലവൈദ്യുതി ഉപയോഗിക്കും. പുറത്തുനിന്നുള്ള വൈദ്യുതി പകല് മേടിക്കും. അവിടുന്ന് മേടിക്കുമ്പോൾ അത് റേറ്റും കുറവാണ്, പകലും അവർക്ക് റേറ്റ് കുറവാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയിൽ വലിയ തോതിൽ പവർ എക്സസ് ആയിരുന്നു. കാരണം കേരളത്തിലല്ല, മറ്റു പല സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു. നാഷണൽ ഗ്രിഡിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പവർ വാങ്ങാം. പക്ഷെ നാഷണൽ ഗ്രിഡിൽ നിന്ന് വാങ്ങുമ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഏജൻസിയുമായി ദീർഘകാല കരാറുണ്ടാക്കാം. ഇപ്പോൾ ഒരു ദിവസം ഇത്ര മെഗാവാട്ട് വെച്ച് ഞങ്ങൾക്ക് 20 കൊല്ലത്തേക്ക് തരണം, 25 കൊല്ലത്തേക്ക് തരണം എന്നൊരു കരാറുണ്ടാക്കാം. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ആണ്. അപ്പൊ ഇത് കുറഞ്ഞാലും കുറച്ച് കിട്ടില്ല. നമ്മൾ അങ്ങനെയാണല്ലോ. ഇത് ഓൺ ദ സ്പോട്ട് ബൈയിങ് ആണെങ്കിൽ നമ്മൾ സാധാരണ ബൈ ചെയ്യുന്ന പോലെ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ചോദിച്ചിട്ട്, ഈ ആഴ്ച ചോദിച്ചിട്ട്, എനിക്ക് 800 മെഗാവാട്ട് ഇത്രയ്ക്ക് കിട്ടും, അടുത്ത ആഴ്ച 800 മെഗാവാട്ട് എനിക്ക് ഇത്രയ്ക്ക് കിട്ടും എന്നൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പവർ കിട്ടുന്നത്. ഇപ്പൊ സംഭവിച്ചത് എന്താ? ജലവൈദ്യുത പദ്ധതി വളരെ കുറഞ്ഞു. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ, കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി അല്ലെങ്കിൽ മഴ വളരെ കുറഞ്ഞതിന്റെ ഫലമായി ജലവൈദ്യുതിയുടെ അളവ്, ജലത്തിന്റെ അളവ് വളരെ കുറഞ്ഞു. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരും, സ്വാഭാവികം. രണ്ടാമത്തെ കാര്യം, അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു പ്രശ്നം സംഭവിച്ചു. എന്താ വെച്ചാൽ അവിടുത്തെ വൈദ്യുതിയുടെ ഉപഭോഗവും ഉൽപാദനവും തമ്മിലുള്ള അളവ് വ്യത്യാസം കുറഞ്ഞ് ഇപ്പൊ ഉപഭോഗം കൂടി, വളരെ പെട്ടെന്ന് കൂടി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ മഴ അവിടെയില്ല, ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതി ഉപയോഗം കൂടും. പകലും രാത്രിയും ഒക്കെ AC ഇടും വീട്ടുകാർ, ഗൾഫിലേക്ക് പോലെ. രണ്ടാമത്തെ കാര്യം, AI സെന്ററുകൾ വന്നു. AI സെന്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും, 1000 മെഗാവാട്ടൊക്കെ ഉപയോഗിക്കുന്ന AI സെന്ററുകൾ ഉണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3 ജില്ലകൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി ഒരു AI സെന്റർ ഉപയോഗിക്കും. AI സെന്ററുകൾക്ക് വലിയ തോതിൽ വൈദ്യുതി കൊടുത്തു. AI സെന്ററുകൾ വ്യാപകമായി വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. കാരണം അവർക്ക് വലിയ, മാത്രമല്ല അവരുടെ AC എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവർഫുൾ ആയ AC ആണ്. അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഏത് നിലയ്ക്കും അവർക്ക് പവർ പോകാൻ പറ്റില്ല. പവർ പോയ AI ഒന്നും അല്ലാണ്ടാവും. അപ്പൊ അതുകൊണ്ട് AI സെന്ററുകളിലേക്ക് കൂടുതൽ വൈദ്യുതി ആവശ്യം വന്നു. അപ്പൊ നാഷണൽ ഗ്രിഡിൽ നിന്ന് ലഭിക്കുന്ന ഓൺ ദ സ്പോട്ട് വൈദ്യുതി കുറവായി, അല്ലെങ്കിൽ അതിന് വില കൂടും. കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? വില കൂടും. അങ്ങനെയാണല്ലോ, മാർക്കറ്റിൽ അങ്ങനെയാണല്ലോ. നമ്മൾ ഓൺ ദ സ്പോട്ട് ഒരു സാധനം വാങ്ങിക്കാൻ മുമ്പ് കുറഞ്ഞ വില കൂടും. മൂന്നാമത്തെ ഒരു വിഷയം, ഇത് ഇങ്ങനെ വൈദ്യുതി വില കൂടി വന്നപ്പോൾ നമുക്കിവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറ് 25 വർഷത്തേക്ക് പറ്റിയാണ് ആ കരാറ്. 4 രൂപ 65 പൈസയ്ക്കോ എന്തോ 800 മെഗാവാട്ട് വൈദ്യുതി വീതം കേരളത്തിന് തരും ദിവസം ഫുള്ളായിട്ട്. അപ്പൊ 800 മെഗാവാട്ട് വൈദ്യുതി വീതം കിട്ടിയാൽ കേരളത്തിന്റെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷെ അതുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴൊന്നും ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നില്ല. ആ കരാർ ഒപ്പിട്ടതിന് ശേഷം കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ഈ കരാറിൽ വലിയ അഴിമതിയുണ്ട്. UDF അഴിമതിയുടെ കൂമ്പാരം എന്നൊക്കെ ദേശാഭിമാനി ചാനലിൽ കഥ എഴുതി അവസാനം ആ കരാർ റദ്ദാക്കി.
അന്ന് ഓക്കെ. അന്ന് റദ്ദാക്കുമ്പോൾ അവർക്ക് നല്ല ധൈര്യമാണ്. കാരണം ഗ്രിഡിൽ ഇഷ്ടം പോലെ വൈദ്യുതി ഉണ്ട്. ഉണ്ട്. പക്ഷേ ഗ്രിഡിലെ വൈദ്യുതി കുറഞ്ഞത് അതിന് ശേഷമാണ്. അതുകൊണ്ട് എന്ത് പറ്റി, 14 രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ബോർഡ്. 14 രൂപയ്ക്ക് ഒരു യൂണിറ്റിന് ഉം. 4 രൂപ 65 പൈസയുടെ ഇത് വെച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഇത് അതുകൊണ്ടാണ് 5 പ്രാവശ്യം അവർക്ക് ചാർജ് കൂട്ടേണ്ടി വന്നത്. അതെ. 10 വർഷത്തിനിടയ്ക്ക് 5 പ്രാവശ്യം ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി. സർചാർജ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മളറിയാതെ നമ്മുടെ ബില്ലിങ്ങനെ കൂടിക്കൊണ്ടിരുന്ന പല പരാതികളും ഉണ്ടായി. അതെ. അപ്പൊ അത് അങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്തിരുന്നത്. ഉം. ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ തോതിൽ നഷ്ടം അതുകൊണ്ട് തന്നെ വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. നമ്മുടെ ചാർജ് കൂടുന്നു. ഇതൊക്കെ നമ്മുടെ തലയിലാണ് വരുന്നത്. ഉം. ഇപ്പൊ എന്ത് പറ്റി, ഈ സർക്കാർ വന്നത് മെയ് 19-നാണ്. മെയ് 19 എന്ന് പറയുമ്പോൾ സമ്മർ ഏതാണ്ട് അവസാനിക്കുകയാണ്. അതിനു മുമ്പ് മെയ് 18 വരെ ഇവിടെ ഭരിച്ചിരുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. അവർ നിയോഗിച്ച ബോർഡാണ്. ആ ബോർഡ് ഒരു തരത്തിലുള്ള മുൻകരുതലും എടുത്തില്ല. കാരണം വെള്ളം സൂക്ഷിക്കണം, കാരണം എൽനിനോ ഉണ്ടെന്നും ഫാക്ടർ ഉണ്ടെന്നും ഒക്കെ പലരും പറഞ്ഞിരുന്നു. കാലാവസ്ഥ മഴ കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു തരത്തിലുള്ള മുൻകരുതലും എടുത്തില്ല. അത് ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിച്ചു. ഈ KSEBയുടെ വലിയൊരു KSEB എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വെള്ളാന് തന്നെയാണ്. ആര് ഭരിച്ചാലും ഭരിക്കുന്നവർക്ക് ആകെ നിയന്ത്രണമുള്ളത് സ്ഥലം മാറ്റവും സംഗതി മാത്രമാണ്. അതുകൊണ്ട് അതിന്റെ ഓപ്പറേഷനിൽ ഭരിക്കുന്നവർക്ക് ഒരു ഇടപെടലും ഇല്ല. അതെന്തുകൊണ്ടാ? അതുകൊണ്ട് വെച്ചാൽ ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെന്ന് പറയും. ഓക്കെ. ബോർഡിൽ ആരെ നിയമിക്കണേ? പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെയല്ലേ ബോർഡിൽ നിയമിക്കണേ. അപ്പൊ അത് പോട്ടെ. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ മെയ് 19 വരെ ജലവൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല. 2, ദീർഘകാല കരാറില്ലാതായി. ദേശീയ തലത്തിൽ വൈദ്യുതിയുടെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള ബന്ധം വളരെ മാറി. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഇതേ ആരോപണമുണ്ട്. സ്റ്റാലിൻ ഉണ്ടായിരുന്ന കാലത്ത് പവർ കട്ടില്ല, വിജയ് വന്നപ്പോൾ പവർ കട്ട് വന്നു. മനസ്സിലായി? തമിഴ്നാട്ടിൽ പവർ കട്ട് തുടങ്ങി, കർണാടകയിൽ തുടങ്ങി, മറ്റു പല സംസ്ഥാന ഒഡീഷ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ വൈദ്യുതി ധാരാളം ഉള്ള സ്ഥലമാണ്. അവിടെ പോലും അവർക്ക് വൈദ്യുതിയുടെ ക്ഷാമം വന്നു. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയന്റെ ആളുകൾ പറയുന്ന പോലെ അവിടെ സ്റ്റാലിന്റെ ആളുകളും പറയുന്നുണ്ട് ഞങ്ങൾ പോയി പവർ കട്ട് വന്നു. അപ്പൊ ഇതിനൊരു അഖിലേന്ത്യാ സാഹചര്യമുണ്ട്, ഒരു കേരള സാഹചര്യമുണ്ട്, മുൻകൂർ കാണാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഇതിലൊക്കെ കൂടുതൽ കേരളത്തിലെ സോളാർ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കുറെ പദ്ധതികൾ കാലം മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ചൊരു വാർത്ത, കാസർഗോഡുള്ള സോളാർ പാനലിന് ഒരു കമ്പനി കരാർ കൊടുത്തിരുന്നു. അതിന് കുറെ ബാറ്ററി സ്റ്റോറേജ് ആണ് ശരിക്കും അത്, കാരണം പകൽ വെച്ച്. ഈ ബാറ്ററി മുഴുവൻ ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോയി. ഇലക്ട്രിസിറ്റി ബോർഡ് അറിഞ്ഞു പോലും ഇല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് അറിഞ്ഞില്ല, കാരണം അവർ ഇത്രയും ക്രൈസിസിൽ നിൽക്കുകയല്ലേ. ഗുജറാത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ ആ ബാറ്ററി അങ്ങോട്ട് പോയി. ഒരു പക്ഷേ മോഡി കൂടുതൽ പവർഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർ കൂടുതൽ പവർഫുൾ ആയിരിക്കും, അത് പോയി. അപ്പൊ ഇവിടെ ഇനി അത് വൈകും. ഇവിടെ ഓരോ ദിവസവും വൈകുമ്പോൾ 500 മെഗാവാട്ട് ഉൽപാദനമാണ് ഈ കുറയണേ. 500 മെഗാവാട്ട് ഉൽപാദനം കുറയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ അല്ലെ 5 മിനിറ്റിന്റെ പവർ കട്ട് ഒഴിവാക്കാം. അങ്ങനെയാണ് അത് കാണുക. മാത്രമല്ല പീക്ക് ടൈമിൽ ഇത് കൊടുത്താൽ മതി. ഇനി അതും തീർന്നില്ല. ഇപ്പോൾ അവസാനം 200 മെഗാവാട്ടിന് ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് താൽക്കാലിക പരിഹാരം. പക്ഷെ ഇതൊന്നും താൽക്കാലിക പരിഹാരമല്ല. കാരണം നിലവിലുള്ള തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ സണ്ണി ജോസഫ് മന്ത്രിയായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ രാജമാണിക്യമാണ് അതിന്റെ അപ്പോൾ ഗവൺമെന്റ് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ തുടങ്ങി വെച്ച പദ്ധതികൾ വളരെ ശക്തമായി നടപ്പാക്കുക. കാരണം ഇപ്പൊ ഈ മഴ വന്ന് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകും, പക്ഷേ വീണ്ടും വേനൽ വരുമല്ലോ. സാറ് പറഞ്ഞ പോലെ എൽനിനോ പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി അറിയുന്ന, ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അപ്പൊ അതിനെ ഒന്നും വകവെച്ചില്ല എന്നുള്ളത് കൂടിയാണ്. അതൊരു വലിയ പ്രധാന പ്രശ്നമാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് കാലാവസ്ഥാ മാറ്റം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഒറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് കേരളത്തിലെ ഉപഭോഗം 3600 മെഗാവാട്ടായിരുന്നു പീക്ക്, എന്നുവെച്ചാൽ 6 മുതൽ 10 വരെയുള്ള ടൈം. ഇപ്പൊ അത് 4800 മെഗാവാട്ടായി. അങ്ങനെ മഴയില്ല, ചൂട് കൂടി, AC വന്നു, നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50%, 33% വർധനവ് ഉപഭോഗത്തിൽ വന്നു. വെള്ളത്തിന്റെ ലെവൽ കുറയുകയും ചെയ്തു. ഇത് ഈ ഗവൺമെന്റ് കുറ്റം എന്നല്ല, ഇലക്ട്രിസിറ്റി ബോർഡിനെ ഞാൻ കുറ്റം പറഞ്ഞ LDF ഗവൺമെന്റ് UDF ഗവൺമെന്റ് ഒന്നല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച. കാരണം അവരെ സംബന്ധിച്ച് നല്ല ധൈര്യം എന്താ പറയും, എന്ത് നഷ്ടം വന്നാലും ചാർജ് കൂട്ടാൻ സമ്മതിക്കും. റെഗുലേറ്ററി കമ്മീഷനും ഒരു പരിധിവരെ രാഷ്ട്രീയവും സ്വാധീനവും ഒക്കെ ഉള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനനുസരിച്ച് പോകും. അപ്പൊ എന്ത് പറ്റും, ഇത് ഒരു വെള്ളാനിയായിട്ട് പോകും. അവരവരുടെ ശമ്പളം കൂട്ടും, കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. നഷ്ടം വന്നാൽ ഉടനെ നമ്മുടെ ചാർജ് കൂട്ടും. നമ്മുടെ ചാർജ് കൂട്ടിയിട്ട് അവരെ നഷ്ടം കുറയണില്ല. അതാണ് നമ്മുടെ ഒരു ദുരിതം. 5 പ്രാവശ്യം ചാർജ് കൂട്ടിയിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടം കുറഞ്ഞില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാല കരാർ ഉണ്ടാക്കാതെ
ഓൺ ദ സ്പോട്ട് ബൈങ്ങിന് പോകുമ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ ചിലപ്പോൾ യൂണിറ്റിന് 14 രൂപ എന്ന് പറഞ്ഞാൽ മേടിക്കാതിരിക്കാൻ പറ്റുമോ? അതെ. അപ്പൊ പിണറായി വിജയൻ പവർ കട്ടില്ലാത്ത നാട് എന്ന് പറഞ്ഞിട്ട് 14 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിക്കും. അങ്ങനെ യൂണിറ്റിന് 14 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാത്തിനും യൂണിറ്റിനാ വില കൂടും. ഇപ്പൊ ഒരു യൂണിറ്റ് അല്ലല്ലോ വാങ്ങണേ, 10 മില്യൺ യൂണിറ്റ്, 5 കോടി യൂണിറ്റ്, 6 കോടി യൂണിറ്റ് വാങ്ങുമ്പോൾ 4 രൂപയുള്ളത് 14 രൂപയായാൽ 6 കോടി യൂണിറ്റ് വാങ്ങിയാൽ എത്ര രൂപയായി? 60 കോടി രൂപ പോയി. ഒരു ദിവസത്തെ കാര്യമായി പറയണേ. അങ്ങനെ വലിയ തോതിൽ നമുക്കിവിടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന് ഇങ്ങനെ വിടാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന്, കൺസ്യൂമറുടെ പക്ഷത്ത് നിന്ന് കൃത്യമായി നിലപാടെടുക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറാവണം. ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം അതാ. ഇതിപ്പോ മറ്റേ പിണറായി വിജയൻ കാലത്ത് പവർ കട്ടില്ല എന്ന് ഇപ്പൊ പവർ കട്ടുണ്ടെന്നോ ഒക്കെ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. ഇപ്പൊ ഏതായാലും ഫുട്ബോൾ കഴിഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് കുറയും. അല്ല സാർ, എപ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, KCB നിർബന്ധിക്കണം. കാരണം ഗവൺമെന്റ് അന്തിമമായി ഗവൺമെന്റാണല്ലോ ശമ്പളം കൊടുക്കണേ. അപ്പൊ ഗവൺമെന്റ് പറയേണ്ടത് തീരാത്ത പദ്ധതികൾ തീർക്കുക. പിന്നെ പല ഓൾട്ടർനേറ്റീവ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതി എന്നൊരു സംഗതി ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇടുക്കിയിൽ നിന്ന് പീക്ക് ടൈമിൽ വെള്ളം എടുക്കുന്നു. ഇടുക്കിയിൽ നിന്ന് ഉദാഹരണം, അണക്കെട്ടിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്നു. എന്നിട്ട് പീക്ക് ഇല്ലാത്ത സമയം, ധാരാളം വൈദ്യുതി ഉള്ള സമയത്ത് വേണമെങ്കിൽ അവിടെ സോളാർ പാനൽ ഇടാം. അതൊക്കെ നിർദ്ദേശം വന്നിട്ടുള്ളതാണ്. ഈ ഡാമിന്റെ മുകളിൽ സോളാർ പാനൽ ഇടാം. ആ വൈദ്യുതി ഉപയോഗിച്ച് ഈ വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റാം. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ബുദ്ധിമുട്ടില്ല. അപ്പൊ രാത്രി നമുക്ക് ആ വെള്ളം വീണ്ടും എടുക്കാം. പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന സംവിധാനമാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എളുപ്പമല്ല, വളരെ എളുപ്പമല്ല ഞാൻ പറയുന്നത്. അതുപോലെയുള്ള സംവിധാനങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊണ്ടുവരാം. മാത്രമല്ല, ഈ അതിരപ്പള്ളി പോലെയുള്ള വട്ടലിയല്ല പോകേണ്ടത്. കാരണം അതിരപ്പള്ളി വന്നാലും ഇനിയിപ്പോൾ ആകെ ഇതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല. മഴയില്ലെങ്കിൽ അതിരപ്പള്ളി കൊണ്ട് ഒരു ഗുണമില്ല. ഒരു ഡാം കൂടി വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. നേരെ മറിച്ച് പമ്പ്ഡ് സ്റ്റോറേജോ അതുപോലെ ചെറിയ പദ്ധതി, ഇതിലൊക്കെ കൂടുതൽ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യേണ്ട കാര്യം വീടുകളിലുള്ള സോളാറിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാനുള്ള. കേരളത്തിൽ വലിയ വലിയ വീടുകൾ ആളുകൾ വെച്ചിട്ടില്ല. 50 ലക്ഷം 1 കോടിയൊക്കെ ചെലവാക്കിയ വീടുകൾ വെക്കുന്നത്. 50 ലക്ഷം ചെലവാക്കി വെക്കുന്നവനോട് 5 ലക്ഷം സോളാറിന് മുടക്കണമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ വേസ്റ്റിന് മുടക്കണം, മഴവെള്ള സംഭരണത്തിന് മുടക്കണം എന്നൊക്കെ തമിഴ്നാട്ടിൽ നിയമമുണ്ട്. അപ്പൊ അവര് സോളാറിലേക്ക് പോയാൽ ഈ പീക്ക് ടൈമിലെ ഉപയോഗം വളരെ കുറയും. പീക്ക് ടൈമിൽ ഉപയോഗം കുറയും. അപ്പൊ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് അതിന് ഗുണം ഉണ്ടാവും. അത്ര മേടിക്കണ്ടല്ലോ. ഇപ്പൊ പകലാണ് വൈദ്യുതി ഉണ്ടാവുക, പകൽ മേടിക്കണ്ട. ആ വൈദ്യുതി രാത്രി മേടിച്ചാൽ മതി. നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഈ പമ്പ്ഡ് സ്റ്റോറേജ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. പകൽ വൈദ്യുതി ഉപയോഗം കുറഞ്ഞാൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നിരവധി സാധ്യതകൾ ഇലക്ട്രിസിറ്റി ബോർഡിന് മുമ്പിലുണ്ട്. അത് ശാസ്ത്രീയമായി കാണണം. കാരണം അവര് എന്ത് നഷ്ടം വരുത്തിയാലും നാട്ടുകാരുടെ തലയ്ക്ക് കയറാം എന്ന് വിചാരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് പറ്റില്ല. കാരണം നമുക്കിത് ഇല്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വൈദ്യുതിക്ക് എന്ത് വിലയായാലും നമ്മൾ മേടിച്ചേ പറ്റും. പക്ഷേ അത് വലിയ നഷ്ടത്തിലേക്ക് പോകും, സാധാരണ മനുഷ്യന് നഷ്ടത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ ശാസ്ത്രീയമായി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നയങ്ങളിൽ തന്നെ മാറ്റം വരും.